+1 നിന്ന് +2 പ്രൊമോട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ വിദ്യാർത്ഥിനികളെയും +2 കോമേഴ്സിൻ്റെ ഈ വീഡിയോ ക്ലാസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് +2 കോമേഴ്സിലെ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയപ്പെടുന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ്. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററായ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഇവിടെ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ we can start with our family life. We are all live in a family. നമ്മളെല്ലാവരും ഒരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുന്ന വ്യക്തികളാണ്. നമ്മുടെ ഫാമിലി ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി കൺസിസ്റ്റ് ഓഫ് ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, എക്സെട്ര ആൻഡ് സോ ഓൺ. ശരിക്കും അത്തരം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ താമസിക്കുന്ന ഒരിടത്ത് തീർച്ചയായിട്ടും ഒരു വ്യക്തി നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ പ്രാപ്തനായിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ ഫാമിലി ലൈഫിൽ ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം ആരംഭിക്കുന്നത്. നമുക്ക് ചുറ്റുപാടുമുള്ള ഒരുപാട് തരത്തിലുള്ള ബിസിനസ്സുകൾ, ഒരുപാട് തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്, അതുപോലെ സ്കൂൾസ്, കോളേജസ്, ഹോസ്പിറ്റൽസ്, ഇവിടെ എല്ലായിടത്തും ഒരു പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് ഇവിടെ എല്ലാവരും അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങളിൽ ഒരുപാട് തരത്തിലുള്ള വ്യക്തികൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നമുക്ക് ചുറ്റുപാടും കാണാൻ സാധിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സിസ്റ്റം അനിവാര്യമാണ്. ആ സിസ്റ്റത്തെ നമുക്ക് നമ്മുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ് വിളിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും +2 കോമേഴ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് +2 കോമേഴ്സിലെ ഈ ബിസിനസ് സ്റ്റഡീസ് എസ്പെഷ്യലി മാനേജ്മെൻറ്റ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അക്കാഡമിക് തലത്തിലും അതുപോലെ തന്നെ ഡേ ടു ഡേ ലൈഫിലും നിങ്ങൾ പഠിച്ചിറങ്ങി നിങ്ങളുടെ ലൈഫിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മാനേജ്മെൻറ്റ് എന്ന് പറയപ്പെടുന്നത്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും കടക്കുന്നില്ല. നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാകും. മാനേജ്മെൻറ്റിൻ്റെ ഒരു സിമ്പിൾ മീനിങ്ങും അതിൻ്റെ ഡെഫിനിഷൻ്റെ സ്റ്റാർട്ടിങ്ങിലൂടെ നമുക്ക് ഈ ടോപ്പിക്ക് ആരംഭിക്കാം. ഇപ്പോൾ ഇവിടെ മാനേജ്മെൻറ്റ് എന്ന് പറയപ്പെടുന്നത് ഇറ്റ്സ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. ഒരു സ്ഥാപനത്തിൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കുന്നതിന് മറ്റുള്ള അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ എഫർട്ട് ഡയറക്റ്റ് ചെയ്ത് ആ സ്ഥാപനത്തിൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കലയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയപ്പെടുന്നത്. ഇറ്റ്സ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആൾക്കാരും അവർ ജോലി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്?
അവരുടെ ഇൻഡിവിജ്വൽ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുക എന്നതിലുപരി ആ സ്ഥാപനത്തിന് കോമൺ ആയിട്ടുള്ള ഒരു ഗോളുണ്ട്. ആ ഗോൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും സജ്ജീകരിക്കുക എന്നുള്ളതാണ് ഒരു മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത്. ഇവിടെ നമുക്ക് മേരി പാർക്കർ ഫൊല്ലറ്റ് നൽകുന്ന ഒരു സിമ്പിൾ ഡെഫിനിഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ദ മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ഇവിടെ പറഞ്ഞത്. അടുത്തതായിട്ട് ഹൗ വി ക്യാൻ മെഷർ ദ പെർഫോമൻസ് ഓഫ് എ മാനേജർ. ഒരു മാനേജറിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ രണ്ട് വാക്കുകൾ പരിചയപ്പെടുത്തുന്നതിലൂടെയാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ആ രണ്ട് വാക്കുകൾ എന്ന് പറയപ്പെടുന്നത് എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്. കേൾക്കുന്ന സമയത്ത് രണ്ട് വാക്കുകളും ഒരുപോലെ തോന്നുന്നു എങ്കിലും മാനേജ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂയിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ there is a slight differences between these two words, effectiveness and efficiency. സോ എന്താണ് എഫക്റ്റീവ്നെസ്, എന്താണ് എഫിഷ്യൻസി എന്ന് പറയുന്നതിന് മുന്നോടിയായിട്ട് I will give you an example. Suppose you are appointed as a manager in a reputed company. ഒരു കമ്പനിയിലെ നല്ലൊരു മാനേജറായിട്ട് നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. And you will assign a task of producing 5,000 units in an year. വർഷത്തിൽ 5,000 യൂണിറ്റ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള ഒരു ടാർഗറ്റ് നിങ്ങൾക്ക് അസൈൻ ചെയ്തു തന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാം. ഒന്നാമത്തെ രീതി എന്ന് പറയപ്പെടുന്നത് ലേബേഴ്സിന് ഓവർ ടൈം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂട്ടിക്കൊണ്ട് നമുക്ക് ഈ ടാർഗറ്റ് 5,000 യൂണിറ്റ് എന്ന് പറയപ്പെടുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യാം. ബട്ട് നമുക്ക് ഒരിക്കലും അത്തരത്തിൽ നിങ്ങൾ 5,000 യൂണിറ്റ് അച്ചീവ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജർ എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം പ്രൊഡക്ഷൻ കൂടുന്നതോടൊപ്പം തന്നെ പാരലലായിട്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നുണ്ട്. ഇവിടെയാണ് എഫിഷ്യൻസിയുടെ പ്രാധാന്യം വരുന്നത്. മിനിമം റിസോഴ്സുകളെ അല്ലെങ്കിൽ പരിമിതമായിട്ടുള്ള റിസോഴ്സുകളിൽ നിന്നുകൊണ്ട് മാക്സിമം പ്രൊഡക്ഷൻ നിങ്ങൾ അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി എഫക്റ്റീവ്നെസ്സോടൊപ്പം തന്നെ എഫിഷ്യൻ്റ് ആണെന്നും പറയാം. അല്ലാതെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടിക്കൊണ്ട് അല്ലെങ്കിൽ ലേബേഴ്സിന് ഓവർ ടൈം കൊടുത്തുകൊണ്ട് നിങ്ങൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മാനേജർ ആകാൻ സാധിക്കത്തില്ല. അപ്പം എഫിഷ്യൻസി എന്ന് പറയപ്പെടുന്നത് ലിമിറ്റഡ് റിസോഴ്സിൽ നിന്നുകൊണ്ട് മാക്സിമം പ്രൊഡക്ഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് എഫിഷ്യൻസി എന്ന് പറയപ്പെടുന്ന വാക്ക് അർത്ഥമാക്കുന്നത്. എന്ന് കരുതി we cannot due more importance on efficiency. അല്ലെ, എഫിഷ്യൻസി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരിക്കലും എഫിഷ്യൻസിക്ക് കൂടുതലും ഇമ്പോർട്ടൻസ് നമുക്ക് ഒരിക്കലും കൊടുക്കാൻ സാധിക്കത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എഫക്റ്റീവ്നെസ് അവിടെ ലോ ആകും. സോ
ആസ് എ മാനേജർ എന്നുള്ള രീതിയിൽ ഈ രണ്ട് വാക്കുകളുടെയും ഒരു ബാലൻസ് എപ്പോഴും ഒരു മാനേജർ കീപ്പ് ചെയ്യണം. ഇപ്പം എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യസമയത്ത് ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നതാണ്. എന്നാൽ എഫിഷ്യൻസി എന്ന് പറയുന്ന വാക്ക് സൂചിപ്പിക്കുന്നത് മിനിമം റിസോഴ്സിൽ മാക്സിമം ഔട്ട്പുട്ട് കൃത്യസമയത്ത് കൊടുക്കുക എന്നുള്ളതാണ് എഫിഷ്യൻസി എന്ന് പറയപ്പെടുന്ന വാക്ക് മീൻ ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് വാക്കുകൾ ഓർത്തിരിക്കുക, എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും. അടുത്തതായിട്ട് മാനേജ്മെന്റിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ്. ഒന്നാമത്തെ സ്വഭാവ സവിശേഷത പറയപ്പെടുന്നത് മാനേജ്മെന്റ് ഈസ് എ ഗോൾ ഓറിയന്റഡ്. മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ലക്ഷ്യം സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാനേജ്മെന്റിന്റെ എല്ലാ ആക്ടിവിറ്റീസും ഡയറക്റ്റ് ചെയ്യപ്പെടുന്നത്. സോ പ്രോപ്പറായിട്ടുള്ള ഒരു ലക്ഷ്യം, ഇപ്പം നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹൈ മാർക്ക് വാങ്ങുന്നതോടൊപ്പം തന്നെ ഭാവിയിൽ നല്ല ഒരു ജോലി അല്ലെങ്കിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമുക്കുണ്ടാകുക എന്നുള്ളതായിരിക്കാം ഏതൊരു പഠനത്തിൻ്റെയും ലക്ഷ്യം. അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത് ലാഭം ഉണ്ടാക്കുന്നതോടുകൂടി തൻ്റെ ഫേമിൻ്റെ വളർച്ചയും അവിടെ ലക്ഷ്യമാക്കുകയാണ്. അപ്പം മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഗോൾ ഓറിയന്റഡ് ആണ്. സോ അത് തന്നെയാണ് ഒന്നാമത്തെ സ്വഭാവ സവിശേഷതയായിട്ട് പറയുന്നത്. രണ്ടാമത്തെ സ്വഭാവ സവിശേഷത പറയപ്പെടുന്നത് മാനേജ്മെന്റ് ഈസ് പെർവേസീവ്. What is the word meaning pervasive? It can be applicable in all types of organization irrespective of their place. That means ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് എന്തൊക്കെയാണോ ഫോളോ ചെയ്യുന്നത് അതേ തത്വങ്ങൾ തന്നെയാണ് USA ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ മാനേജ്മെന്റും ചെയ്യുന്നത്. അപ്പോൾ സ്ഥാപനങ്ങൾ വേൾഡിന്റെ ഏതൊരു കോർണറിലും ആയിക്കൊള്ളട്ടെ, മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ക്വൈറ്റ് കോമൺ. എല്ലാ രാജ്യത്തെയും മാനേജ്മെന്റ് എന്ന് പറയപ്പെടുന്നത് ഒരേ രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഫോളോ ചെയ്യുന്നത്. സോ രണ്ടാമത്തെ സ്വഭാവ സവിശേഷത എന്ന് പറയപ്പെടുന്നത് പെർവേസീവ് ആണ്. സോ മൂന്നാമത്തെ സ്വഭാവ സവിശേഷത എന്ന് പറയപ്പെടുന്നത് മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡൈമെൻഷണൽ. സോ വാട്ട് ഈസ് മൾട്ടി ഡൈമെൻഷണൽ? എന്താണ് മൾട്ടി ഡൈമെൻഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം ഒരുപാട് തരത്തിലുള്ള അല്ലെങ്കിൽ ഒരേ സമയം ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനെയാണ് മൾട്ടി ഡൈമെൻഷണൽ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഒരു മാനേജ്മെന്റ് എന്നുള്ള നിലയിൽ ഒരുപാട് തരത്തിലുള്ള ജോലികൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ഒരു മാനേജ്മെന്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ മാനേജ്മെന്റ് ഓഫ് വർക്ക്, മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ്. അല്ലേ, ആൾക്കാരുടെ ജോലികൾ നിയന്ത്രിക്കുന്നു, അതുപോലെ തന്നെ ആൾക്കാരെ നിയന്ത്രിക്കുന്നുണ്ട്, അവിടെ നടക്കുന്ന ഓരോ ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റീസിനെയും നിയന്ത്രിക്കുന്നുണ്ട്. സോ ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റീസ് ഒരേ സമയം ചെയ്യുന്നത് കൊണ്ടാണ് മൾട്ടി ഡൈമെൻഷണൽ ആക്ടിവിറ്റീസ് എന്ന് പറയപ്പെടുന്നത്. അടുത്തതായി നാലാമത്, മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. മാനേജ്മെന്റ് എന്ന് പറയപ്പെടുന്നത് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു സിംഗിൾ ടാസ്ക് കൊണ്ട് മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ
തീരുന്നില്ല. ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ സജ്ജമാക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഒരു ദിവസത്തെയോ ഒരു വീക്കിലെയോ ഒരു മന്തിലെയോ ഒരു വർഷത്തെയോ പ്രവർത്തനങ്ങളല്ല. ഓരോ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതോടുകൂടി അടുത്ത ടാർഗറ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. അവിടെയും നമ്മൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെക്കാട്ടി കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് എൻവയോൺമെന്റ് ആയിരിക്കാം നമ്മൾ അവിടെയും സജ്ജമാക്കുന്നത്. സോ ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. അഞ്ചാമതായിട്ട് പറയുന്നത് മാനേജ്മെന്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഒരു ഇൻഡിവിജ്വൽ ആക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, ഓരോ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൻ്റെയും അടിസ്ഥാനത്തിലാണ് മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിനെ നമുക്ക് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് പറയാം. ആറാമതായിട്ട് പറയുന്നത് മാനേജ്മെന്റ് ഈസ് എ ഡൈനാമിക് പ്രോസസ്. മാനേജ്മെന്റ് എന്ന് പറയപ്പെടുന്നത് ഇറ്റ്സ് എ ഡൈനാമിക്. സോ ഇറ്റ്സ് എ ഡൈനാമിക് ഇൻ ദ സെൻസ് ദാറ്റ് we can make a change according to the situation. സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക് മാനേജ്മെന്റ് തത്വങ്ങളെ അല്ലെങ്കിൽ മാനേജ്മെന്റ് ആക്ടിവിറ്റീസിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആറാമത്തെ സ്വഭാവ സവിശേഷതയായിട്ട് മാനേജ്മെന്റ് ഒരു ഡൈനാമിക് പ്രോസസ് എന്ന് പറയപ്പെടുന്നത്. അവസാനമായി മാനേജ്മെന്റ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ പ്രോസസ്. ഒരിക്കലും നമുക്ക് ഒരു മാനേജ്മെന്റിനെ ഒരു സ്ഥാപനത്തിൽ പോയി കാണാൻ സാധിക്കത്തില്ല. നമുക്ക് അവിടുത്തെ വ്യക്തികളെ മാനേജറിനെ നമുക്ക് നേരിട്ട് കാണാം. പക്ഷേ മാനേജ്മെന്റ് എന്ന് പറയപ്പെടുന്ന ഒരു കോൺസെപ്റ്റിനെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കത്തില്ല, നമുക്ക് തൊടാനോ നോക്കിക്കാണാനോ സാധിക്കത്തില്ല. പിന്നെ എങ്ങനെയാണ് മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ നമുക്ക് ഫീൽ ചെയ്യപ്പെടുന്നത്? തീർച്ചയായിട്ടും ആ സ്ഥാപനത്തിൻ്റെ പെർഫോമൻസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് മാനേജ്മെന്റിന്റെ പെർഫോമൻസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ വി ക്യാൻ ടേക്ക് ദ കേസ് ഓഫ് സ്കൂളിൻ്റെ കേസ് എടുക്കാം. ആ സ്കൂള് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയപ്പെടുന്നത് അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഡിസിപ്ലിനും തീർച്ചയായിട്ടും അതുപോലെ തന്നെ അവർ നേടിയെടുക്കുന്ന മാർക്കിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഒരു കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റിനെയും ഓരോ വർഷവും അവർ നേടിയെടുക്കുന്ന റിട്ടേൺസിനെയും അടിസ്ഥാനമാക്കിയിട്ടാണ് അവിടുത്തെ പെർഫോമൻസ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിന് നമുക്ക് ഒരിക്കലും കാണാനോ കേൾക്കാനോ സാധിക്കത്തില്ല. ബട്ട് വി ക്യാൻ ഫെറ്റ്, നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പെർഫോമൻസിനെ അടിസ്ഥാനമാക്കിയിട്ട് അനുഭവിച്ച് അറിയാൻ സാധിക്കും. ഇപ്പം ഇത്രയും 7 സ്വഭാവ സവിശേഷതകളാണ് മാനേജ്മെന്റിനകത്തുള്ളത്. ഒന്നുകൂടെ ഞാൻ പറയാം. മാനേജ്മെന്റ് ഈസ് എ ഗോൾ ഓറിയന്റഡ്, ഇറ്റ്സ് എ പെർവേസീവ്, multi-dimensional, it's a continuous process, group activity, dynamic function, intangible force. ഇത്രയും അധികം ഇന്ന് നമ്മൾ മാനേജ്മെന്റ് എന്താണെന്നും അതിൻ്റെ ഒരു സിമ്പിൾ ഡെഫിനിഷനും പ്രധാനപ്പെട്ട 2 വാക്കുകൾ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും നമ്മൾ ചെക്ക് ചെയ്തു. അതുപോലെ തന്നെ 7 സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഇന്നത്തെ ക്ലാസ് അവസാനിക്കാൻ സമയമായി. നാളെ ഇതിൻ്റെ കണ്ടിന്യൂഷനുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.